എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ഗസ്റ്റ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. വേറെ ആരുമല്ല, നമ്മുടെ ബെർലിനിലെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഇപ്പം ഇദ്ദേഹത്തെ വിളിച്ചൊരു ഇൻ്റർവ്യൂവിനുള്ള കാരണം എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ജെയ്മീൻ സെഷൻ 1 അവസാനിച്ചപ്പോൾ ജെയ്മീൻ സെഷൻ 1-ന് 98.93% സ്കോർ കരസ്ഥമാക്കിയ ബെർലിനിലെ ഒരു മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് ഇതാ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അംദാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ അംദാൻ, ഹായ്. അത് തന്നെ കൺഗ്രാറ്റുലേഷൻസ് ഫോർ അച്ചീവിങ് ദിസ് സ്കോർ. ആദ്യം തന്നെ അംദാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? എവിടെയാണ് വീട്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പറയാമോ? എൻ്റെ പേര് അംദാൻ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഫറൂഖ് കോളേജിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ 5 പേരുണ്ട്. എൻ്റെ അപ്പ, അമ്മ, പിന്നെ 2 താത്തമാരാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് +2 സാപ്സ് സെൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂൾ ആനക്കൽ, അവിടെയായിരുന്നു പഠിച്ചത്. +2 CBSE സിലബസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ ഇവിടേക്ക് വന്നു. റിപ്പീറ്റർ ബാച്ചിലൊരു വിദ്യാർത്ഥിയാണ് അല്ലേ ബെർലിനിലെ? റിപ്പീറ്റർ ബാച്ച് ഏത് ബാച്ചായിരുന്നു? I2 ബാച്ച്. IIT ബാച്ച് ആയിരുന്നു. ഓക്കെ, അപ്പം IIT ബാച്ചിലെ റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം പഠിച്ചുകൊണ്ടിരുന്ന അങ്ങനെ 2025 ജെയ്മീൻ ഫസ്റ്റ് സെഷൻ വന്നപ്പോഴാണ് ഇത്രയും ഒരു അടിപൊളി സ്കോർ കരസ്ഥമാക്കാൻ സാധിച്ചത്. പ്രതീക്ഷിച്ച ഒരു സ്കോർ തന്നെയായിരുന്നോ? അല്ല, ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. പേടിയുണ്ടായിരുന്നു. ആദ്യം എഴുതി കഴിഞ്ഞ് വന്ന് യൂട്യൂബിലൊക്കെ വരുമല്ലോ ആൻസേഴ്സ്. അപ്പൊ അത് നോക്കിയപ്പോ ഞാൻ നോക്കിയ ആദ്യത്തെ 2-3 തെറ്റായിരുന്നു. എനിക്ക് തെറ്റിയ 3 അപ്പൊ തന്നെ കോൺഫിഡൻസ് ലെവൽ ഇച്ചിരി ഡ്രോപ്പ് ആയി പോയോ? പിന്നെ ബാക്കി നോക്കിയില്ല. പിന്നെ അങ്ങനെ വിട്ടേച്ച് വന്ന് പിന്നെ വരുന്ന വെച്ച് നോക്കാനുള്ള രീതിയിലായി. പിന്നെ പാരന്റ്സും പറഞ്ഞപ്പോ കുഴപ്പമില്ല, റിസൾട്ട് വരുമ്പോ നോക്കാന്ന് പറഞ്ഞു. ഇപ്പൊ നോക്കി പേടിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ബാക്കി നോക്കണ്ട, ഇപ്പൊ വരുന്ന ശേഷം നമുക്ക് നോക്കാം. അതിനുശേഷം 2ാമത്തെ സെഷൻ ഉണ്ടല്ലോ, ഇനി അത് കുറഞ്ഞു പോയാൽ അതിൽ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതങ്ങനെ വെച്ച് പിന്നെ റിസൾട്ട് വന്നപ്പോ 98 കണ്ടപ്പം പ്രിപ്പറേഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 99 തന്നെ എയിം ചെയ്താണ് കയറിയത്. പക്ഷെ ആ തെറ്റ് കണ്ടപ്പം പെട്ടെന്നൊരു ഡ്രോപ്പ് ആയിപ്പോയി കോൺഫിഡൻസ്. പക്ഷെ എന്നാലും ഒരു ചെറിയൊരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ നല്ലൊരു സ്കോർ തന്നെ കിട്ടിയല്ലേ? ഓക്കെ. അപ്പോൾ വീട്ടില് 2 താത്തമാരുണ്ടെന്ന് പറഞ്ഞു. അവരെന്തൊക്കെയാ ചെയ്യുന്നത്? മൂത്ത താത്ത BDS കഴിഞ്ഞു. 2ാമത്തെ താത്ത ഇപ്പൊ BArc ഫൈനൽ കഴിഞ്ഞു. അപ്പം അബ്രോഡ് നോക്കുന്നുണ്ട്. ഓക്കെ. അപ്പം അവരൊക്കെ ആയിരുന്നു ഇത്രയും നല്ലൊരു എന്താ പറയാ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മോട്ടിവേഷൻ അവർ തന്നെ ഫാമിലിയിൽ നിന്ന് തന്നെയായിരുന്നോ? അവര് സപ്പോർട്ട് ചെയ്യും. അവരെപ്പോഴും കുറവ് വന്നാലും അത് ഒരു നോക്കത്തില്ല. അത് ഒരു ഭാഗമായിട്ട് എടുക്കാനൊക്കെ പറയാന്ന് വെച്ചാൽ ഇതിപ്പോ കുറഞ്ഞാൽ അടുത്തേലും നോക്കുക. ഇത് അല്ലല്ലോ, ഇപ്പൊ ബ്രില്യന്റില് ഒരു എക്സാം പോയാലും അത് അടുത്തേൽ കയറി വരാൻ നോക്കിയാൽ മതി. നമ്മളെ ഫൈനൽ എക്സാം ആയിക്കില്ല. ആ എക്സാമിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നോക്കിയെടുത്താൽ പറഞ്ഞു. അങ്ങനെ തന്നെ നോക്കിയിട്ടുള്ളൂ. അതാണ്, ഒരുപാട് പ്രാക്ടീസും എന്താ പറയാ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ തവണത്തെ ഇപ്പൊ ഒരു ചെറിയൊരു ഇത് വന്നാലും നമുക്ക് പിന്നീടും ഒന്ന് എന്താ പറയാ ഒന്ന് പാച്ചപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പൊ മോൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജെയ്മീൻ ഫസ്റ്റ് സെഷന്റെ ഒരു ഏകദേശം ഒരു സെയിം പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മോഡൽ എക്സാം കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് ആ ഒരു ടുവേർഡ്സ് എന്റെ ആ ഒരു ലാസ്റ്റ് വരെയും അങ്ങനെ തന്നെ ട്രെയിൻ ചെയ്യിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു സെഷനിലേക്ക്, അതായത് ജെയ്മീൻ ഫസ്റ്റ് സെഷന്റെ എക്സാം എഴുതാൻ പോയപ്പം എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇത്രയും ആ ഒരു ഡിഫറൻസ് തോന്നി? അതായത് നമ്മുടെ മോഡൽ എക്സാമിന്റെ ചെയ്തതും അല്ലെങ്കിൽ സെഷൻ അതായത് ജെയ്മീൻ സെഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഡിഫറെന്റ് ആയിട്ടാണോ അതോ സെയിം പോലെ തോന്നി? എന്തായിരുന്നു ഫീൽ ചെയ്തത്? കിഷോർ സാറ്, ലാൽ സാറ്, റാവോ സാറ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഫാക്കൽറ്റി, ഇവർ 3 പേരും ഇട്ടുന്നത് വളരെ വൈഡായിട്ടായിരുന്നു. എന്നുവെച്ചാൽ അവർ തൊടാത്ത ഭാഗങ്ങളില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയും വൈഡ് റേഞ്ച് പഠിച്ചതുകൊണ്ട് എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലായിരുന്നെങ്കിൽ തന്നെ അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ അവർ പറഞ്ഞുതരും. അത് തിയറി ആയിട്ട് തന്നെ പറഞ്ഞുതരും. അപ്പോൾ ആ ഭാഗം നമുക്ക് ക്ലിയർ ആയി കിട്ടും. നിങ്ങളെ ഇപ്പൊ ആ രീതിയിൽ ട്രെയിൻ ചെയ്യിച്ചതുകൊണ്ട് നിങ്ങൾ കുറെ വൈഡായിട്ട് പഠിക്കാൻ പറ്റി അല്ലേ? അങ്ങനെ തോന്നിയോ? വൈഡായി പഠിച്ചത് കൊണ്ട് തന്നെ എക്സാമിന് എളുപ്പമായിരുന്നു. അതായത് ഇപ്പം ഓൺലൈൻ ആയിട്ടാണ് ജെയ്മീന്റെ സെഷൻ നടക്കുന്നത്. അപ്പൊ അതേ ഒരു ആംബിയൻസോട് കൂടി തന്നെയായിരുന്നു അവിടുത്തെ മോഡൽ എക്സാം എഴുതിയത്? അത് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു എക്സാം ഹോളിൽ ഇവിടുത്തെ മോഡൽ എക്സാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നേ? ജെയ്മീനുള്ള അതേ രീതിയിൽ തന്നെയായിരുന്നു. സെയിം രീതിയിൽ തന്നെയായിരുന്നു. എല്ലാ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അതേ എക്സാം പ്ലാറ്റ്ഫോം തന്നെ സെയിം ആയിരുന്നു. ഈ എല്ലാം എന്ന് വെച്ചാൽ മാർക്ക് ഫോർ റിവ്യൂ അങ്ങനെയൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ട്
ക്വസ്റ്റ്യൻ നോക്കി വെച്ചിട്ട് അടുത്തേക്ക് പോകാനുള്ള ഓപ്ഷനൊക്കെ അതിലുണ്ടായത് കൊണ്ട് തന്നെ അപ്പം എക്സാമിന് സെയിം ഓപ്ഷൻ ഉള്ളൂ. സെയിം. അപ്പൊ നമ്മൾ വിചാരിച്ച പാറ്റേണിൽ തന്നെ പോവാം. ഇപ്പൊ വേറെ രീതിയിൽ ആലോചിച്ച് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ, നിങ്ങള് നമ്മുടെ മോഡൽ എക്സാം ഹാളിൽ നിന്ന് വേറൊരു മോഡൽ എക്സാം പോലത്തെ ഉള്ള ഒരു അത്രയും കൂളായിട്ട് തന്നെ എഴുതാൻ പറ്റിയോ സെഷനിലേക്ക് പോയപ്പോ? എക്സാം എഴുതിയപ്പോ അവിടെ പോയപ്പോ ടെൻഷൻ ഒന്നും ഇല്ല. എക്സാമിന് മുമ്പുള്ള ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു മോന്റെ മെന്റർ ആരായിരുന്നു? നിതിൻ സാറ്. ഓക്കെ. മെന്റർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടും എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയാ ത്രൂ ഔട്ട് ഈ ഒരു നിങ്ങളുടെ കോഴ്സിൽ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തു സാറ്? നിതിൻ സാറെന്നല്ല, നമ്മളെ വാർഡന്മാർ മൊത്തമായിട്ടാണ്. ക്ലാസ് ടീച്ചറാണ് നിതിൻ സാറ്. അതല്ല, വാർഡന്മാർ മൊത്തമായിട്ട് നമ്മളെ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. ഹോസ്റ്റലത്തെ ഏത് ഹോസ്റ്റലായിരുന്നു മോനെ? പാല ഹൗസ്. ഓക്കെ. പാല ഹൗസിലായിരുന്നു. അവിടുത്തെ വാർഡന്മാരാണ് അഭിജിത്ത് സാറും നിതിൻ സാറും പിന്നെ അക്ഷയ് സാറും. അവർ മൂന്നുപേരും തന്നെ നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പം എന്ത് വേണമെങ്കിലും അവർ ശരിയാക്കി തരും. ഇപ്പം ഹെൽത്തിന്റെ കുറവാണെങ്കിൽ തന്നെ ഇപ്പൊ പനി പിടിച്ച അപ്പം തന്നെ അവർ ഹോസ്പിറ്റലാക്കി തരും. ഒരാടുന്ന് ആക്കിയിട്ട് ഒരാടുന്ന് കാണിച്ചിട്ട് എന്നിട്ട് ഓരോന്ന് തിരിച്ചുകൊണ്ട് ഓരോ അടുത്തന്നെ ഉണ്ടാവും. പിന്നെ അത് വേറെന്താ ഫെസിലിറ്റീസ് ആണോ ചോദിച്ചാൽ തരും. അതല്ല, എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ തന്നെ അവര് പേഴ്സണലായിട്ട് വന്നെ ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ എന്തെങ്കിലും മാറ്റം വരുത്തണോ അത് ഒരു മാറ്റി ഇവിടുത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ എന്ന് അവർ തന്നെ മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇവരെങ്ങനെയാണ് പാരന്റ്സ് ഒക്കെ ആയിട്ടുള്ള കോണ്ടാക്ട്? ഇപ്പൊ പാരന്റ്സ് ദൂരെയാണ്, അപ്പൊ അവർക്ക് ഒരു കൺസേൺ കാണുമല്ലോ. അപ്പം അംദാൻ എങ്ങനെ പോകുന്നു, നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ താത്തമാരാണെങ്കിലും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു അല്ലേ? അപ്പം എങ്ങനെയാണ് അവരുമായിട്ടുള്ള കണക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? പാരന്റ്സും മെന്റേഴ്സും വാർഡന്മാരും ഒക്കെ ആയിട്ട് അവര് വിളിച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നോ? വിളിച്ച് ചോദിക്കായിരുന്നു. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഫെസിലിറ്റീസ് ഉണ്ട് നമ്മളെ ഹോസ്റ്റലിൽ. എനിക്ക് ഒരു കംപ്ലൈന്റും തോന്നിയിട്ടില്ല. ഫുഡ് ആയാലും ഡിസിപ്ലിൻ ആയാലും ഒരു കുഴപ്പം എനിക്ക് തോന്നിക്കില്ല. പിയേഴ്സ് നന്നായിരുന്നു, കൂടെ റൂംമേറ്റ് അടിപൊളിയാണ്. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. കംഫർട്ടബിൾ ആയിരുന്നു പാല ഹൗസിൽ നന്നായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മോനെ ഈ ഒരു സ്കോറിലെത്താൻ കുറെയൊക്കെ എന്താ പറയാ ആ ഒരു സൈഡും സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ പോയി അല്ലേ? അപ്പൊ അതായത് ഇപ്പൊ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കാനാണെങ്കിലും അല്ലാതെ ഇവിടെ വന്നിരുന്ന് പഠിക്കാനാണെങ്കിലും എല്ലാ രീതിയിലും മോനും ഒക്കെ ആയിരുന്നു. ഓക്കെ. അപ്പൊ മോന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയായിരുന്നു ഈ ജെയ്മീന്റെ ഫസ്റ്റ് സെഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നോക്കിയാൽ എങ്ങനെയായിരുന്നു? പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും സ്ട്രാറ്റജി മോൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു? അതോ അതായത് ഫിസിക്സിന് എങ്ങനെയായിരുന്നു, കെമിസ്ട്രിക്ക് എങ്ങനെയായിരുന്നു, മാത്സിന് എങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു പ്രത്യേകതരം സ്ട്രാറ്റജി മോൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ജെയ്മീൻ സെഷന് വേണ്ടിയിട്ട്? കെമിസ്ട്രി തിയറി എന്തായാലും നന്നായിട്ട് നോക്കണം. അത് തിയറി റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് NCERT തന്നെയാണ് മെയിനായിട്ട് വേണ്ടുള്ളൂ. വേറെ ഒന്നും വേണ്ട, NCERT തന്നെ മതി. ജെയ്മീന് NCERTൻ്റെ ഉള്ളിൽ തന്നെ വരുള്ളൂ. ഇനി പുറത്തുനിന്ന് വന്നാൽ തന്നെ അത് വിട്ടാലും കുഴപ്പമൊന്നുമില്ല. 1-2 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്താലും മാർക്ക് എഫക്റ്റ് ചെയ്യത്തില്ല, പേഴ്സണൽ എഫക്റ്റ് ചെയ്യത്തില്ല. പിന്നെ ഫിസിക്സ് തിയറി പഠിക്കണം. അത് ക്ലാസ് എന്ന് പറയുന്ന അപ്പം തന്നെ കോൺസെപ്റ്റൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നാണ്. പിന്നെ വീട്ടിൽ നിന്ന് വന്നിട്ട് നമ്മളൊരു സ്വയം ഒരു തൃപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് വായിക്കുക. എഴുതിയ നോട്ട്സ് തന്നെ നമ്മളെ മനസ്സിൽ തന്നെ ഒന്ന് ആലോചിച്ച് വെക്കുക, എങ്ങനെയാണ് ഇതൊക്കെ നടന്ന്, ഈ കോൺസെപ്റ്റൊക്കെ എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിക്കുന്നു, എങ്ങനെ പോകുന്നു, അതൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് എന്നിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻസ് PYQ എന്തായാലും ചെയ്തിരിക്കും. PYQ ബ്രില്യൻ്റ് തന്ന മെറ്റീരിയൽ ഉണ്ട്. അതിന് കഴിഞ്ഞാൽ 11 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ചെയ്താൽ തന്നെ മതി. പിന്നെ അത് മൊത്തം ചെയ്യണമെന്നില്ല, അവസാനത്തെ 5 വർഷം ചെയ്താൽ തന്നെ ധാരാളമാണ്. മോന് കൂടുതലും നമ്മുടെ ബ്രില്യന്റിലെ മെറ്റീരിയൽ തന്നെയായിരുന്നു ഡിപ്പെൻഡ് ചെയ്തോണ്ടിരുന്നത്, അതോ വേറെ എക്സ്റ്റേണൽ സപ്പോർട്ട് യൂസ്? PYQ എടുത്തിട്ടുള്ളൂ, ബുക്ക് മാത്രമേ എടുത്തുള്ളൂ. അപ്പൊ തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കവർ ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ടല്ലേ? ഓക്കെ. അപ്പം അതുപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് ഇപ്പം സ്റ്റഡി മെറ്റീരിയലിന്റെ കാര്യം മോൻ പറഞ്ഞു, അതുപോലെ തന്നെ റെഫറൻസ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ ബ്രില്യന്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെ രീതിയിലായിരുന്നു മോൻ അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നേ? അത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതിന് ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലും ഹോസ്റ്റലിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അവിടുന്ന് പഠിച്ച് അവിടുന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കും. എന്നിട്ട് അതിലെന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ കൂടെ ഉള്ളവരോട് ചോദിക്കും. അപ്പം അവർ മിക്കതും അവിടെ തന്നെ ക്ലിയർ ആയി കിട്ടും. പിന്നെ ഈ കെമിസ്ട്രിയിലാണ് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ കുറച്ച് പ്രശ്നം വരിക. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു ഡൗട്ട് ആവും. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എടുത്ത് റെഫറൻസ് വന്നാൽ ലാൽ സാർ അവിടെ എപ്പോഴും ഉണ്ടാവും, അവൈലബിൾ ആയി കിടക്കുന്നു.
ലാൽ സാറിനടുത്ത് ചോദിച്ചാൽ പിന്നെ എന്തായാലും ഉത്തരം കിട്ടും. പിന്നെ അവിടെ അങ്ങ് ആ ഒരു ഡൗട്ട് അങ്ങ് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഈ മോഡൽ എക്സാമിന്റെ ടൈമിൽ ഒരുപാട് ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു 1 ഇയറിന്റെ കോഴ്സിന്റെ ഏറ്റവും ഒരു മെയിൻ ടൈം അല്ലെങ്കിൽ ഒരു പീക്ക് ടൈം എന്ന് പറയുന്ന മോഡൽ എക്സാം തൊട്ടുള്ള സമയമായിരിക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് നിങ്ങളെ JEE മെയിൻ സെഷനിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫൈനൽ ഒരു സ്റ്റേജ് ആണ് ആ സമയം, ആ ഒരു മോഡൽ എക്സാം എന്ന് പറയുന്നത്. ആ സമയത്താണ് നിങ്ങൾക്ക് കുറച്ച് റിസൾട്ട് അനാലിസിസും അതിന്റെ മോട്ടിവേഷൻ ക്ലാസ്സസും അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ആ ഒരു മോഡൽ എക്സാമിൽ കൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ മോനെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയോ? സെൽഫ് എത്ര വർക്ക് ചെയ്താലും അത് എക്സാമിന് എത്ര ഫലപ്പെടുന്നതാണ് നോക്കേണ്ടത്. അപ്പം നമ്മൾ എക്സാം അവരെല്ലാ രീതിയിൽ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും തരുന്നതുകൊണ്ട് നമ്മൾ പഠിക്കാത്ത ഭാഗത്തു നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വന്നാൽ പോലും അത് പിന്നെ ക്ലിയർ ആയിക്കോളും. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ എല്ലാം പറഞ്ഞിരുന്നുകൊണ്ട് അതിൽ നോക്കിയാൽ തന്നെ എല്ലാം ക്ലിയർ ആയിക്കോളും. പിന്നെ അങ്ങനെ പുതിയ കാര്യങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചെടുത്തു തന്നെ ഈ സാർമാര് പുതിയ കൊണ്ടുവരും. നമ്മളെല്ലാം പഠിച്ചു നമ്മൾ ഒരു കോൺഫിഡന്റ് ആയി നിന്നാലും അവർ പുതിയ കാണിച്ചു തരും. ഇങ്ങനെയും കൂടെ ഉണ്ട്, ഇതും കൂടെ ശ്രദ്ധിക്കണം, പഠിച്ചിരിക്കണം, ഇതും കൂടി നോക്കിയാലേ പറ്റുള്ളൂ, അതും കൂടി നോക്കണം. അപ്പൊ അങ്ങനെ ആദ്യം എളുപ്പമുള്ള പേപ്പർ ഇട്ട് പിന്നെ ഒരു പാടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു പേപ്പർ ഭയങ്കര പാടാക്കിയപ്പം അതിന് നമ്മൾ അത്ര ആ ക്വസ്റ്റ്യൻ അത്ര സൂക്ഷിക്കാൻ നിന്നില്ല, കാരണം ഇത്ര ലെവല് വരൂല എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ JEE മെയിൻ ഫസ്റ്റ് ഷിഫ്റ്റിൽ തന്നെ വന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു 2-3 ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതെ, ആ പാടുള്ള ക്വസ്റ്റ്യന് ഇവിടുന്ന് നോക്കിയവർക്ക് എളുപ്പമായി കിട്ടി. അതെ. അപ്പൊ അതാണ് നമ്മളപ്പോ ഇവിടെ ഇരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ എപ്പോഴും പറയാറുള്ളത് നമ്മൾ കേൾക്കുന്നത് തന്നെയാണ്. അതായത് നമ്മുടെ ഇവിടെ കണ്ട സിമിലർ എന്ന് പറഞ്ഞാൽ അതായത് സെയിം തന്നെ നമുക്ക് സെഷനും കാണാൻ സാധിച്ചു എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ കാണാൻ സാധിച്ചു. കാര്യം അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നൽകുന്നത്. അപ്പം എന്താണല്ലോ സെഷന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ എന്തായിരിക്കും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. മാർക്കിനെ പറ്റി നമ്മൾ നോക്കില്ല, നമ്മൾ ഇനിയും കൂടുതൽ വിവരം കിട്ടുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഓരോ എക്സാം കഴിഞ്ഞനുസരിച്ച് നമ്മൾ ജ്ഞാനം കൂടുന്നതുകൊണ്ട് അതൊരു ഗുണം തന്നെയാണ്. അതെ, ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. അതെ. ഓക്കെ. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റായ ടീച്ചേഴ്സാണ് എനിക്ക് തോന്നിയത്, നമുക്കെടുത്ത ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എല്ലാവരും. അപ്പം അവർ തന്നെ എടുത്തു. എന്നിട്ട് നമുക്ക് പഠിച്ചു വന്ന സമയമുണ്ട്, അത് കഴിഞ്ഞ ശേഷം റെഫറൻസും ഉണ്ട്. ആ റെഫറൻസിൻ്റെ ടൈമിൽ അവർ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്, ഡൗട്ട് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് സ്റ്റാഫ് റൂമിൽ അവിടെ തന്നെ ഉണ്ട്. അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് തന്നെ ചോദിക്കാം. പിന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണെങ്കിൽ തന്നെ അവർക്ക് ഓരോരുത്തത് കൊണ്ട് അവർ നന്നായിട്ട് തന്നെ പിന്നെയും പറഞ്ഞുതരും. അതിപ്പം 2ാമത് 3ാമത് എത്ര പ്രാവശ്യം ചോദിച്ചാലും അവർ പിന്നെയും പറഞ്ഞുതരും. അത് ക്ലിയർ ആക്കുന്നവരെ അവർ അവിടെ തന്നെ ഉണ്ടാവും. ഹോസ്റ്റലിനും പഠിക്കാനുള്ള സൗകര്യം നന്നായിരുന്നു, കൂടെ ഉള്ളവർ നല്ല സപ്പോർട്ടിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സാറുമാർ തന്നെ കുട്ടികൾക്ക് നല്ല ഫ്രീഡം കൊടുത്തിന്. ഇപ്പം റൂമിൽ തന്നെ പഠിക്കണം എന്നില്ല, റൂമിലിരുന്ന് പഠിച്ച് അവിടെ നിന്നൊരു കുറച്ച് നേരം പഠിക്കുമ്പോൾ തന്നെ ഒരു മൂഡ് ഔട്ട് ആവുകയാണെങ്കിൽ പുറത്തേക്ക് ഇരുന്ന് അവിടെ ബാൽക്കണി ഉണ്ട്, ബാൽക്കണിയിൽ നിന്ന് പഠിക്കാം. അല്ലെങ്കിൽ പുറത്തുനിന്ന് തന്നെ എല്ലാവരും കൂടെ നിന്നിട്ട് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിട്ട് വെക്കാൻ പാടില്ല, അവിടെ ഒച്ച ഉണ്ടാവുന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവാതെ. അതുകൊണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2 പേര് വെച്ചിട്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അതല്ല ന്യൂ സ്ഥലം വേണമെങ്കിൽ നമ്മൾ റൂമത്തെ ടേബിൾ പുറത്തോട്ട് വെച്ചിട്ട് അവിടെ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പം പഠിക്കാൻ എവിടെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പഠിക്കുന്ന സ്റ്റൈലിനും അല്ലെങ്കിൽ രീതിക്കും വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് അല്ലെ? എങ്ങനെ വേണമെങ്കിലും അതിനുള്ള സൗകര്യവും. ഇനിയിപ്പോ പുതിയതായിട്ട് ഇങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അത് അവിടെ സംസാരിച്ചായിരുന്നെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ടോ? ചെയ്യുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നെയുള്ള ഒരു ഫ്രീഡവും ധാരാളം ഫ്രീഡവും പഠിക്കാനുള്ള സൗകര്യവും എല്ലാം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല സ്കോറും കരസ്ഥമാക്കാൻ പറ്റിയത് അല്ലേ? ഓക്കെ. അപ്പം അങ്ങനെ ഇരിക്കും. ഇനി എന്തൊക്കെയാണ് ഇനി JEE മെയിൻ സെഷൻ 2 JEE അഡ്വാൻസ് എന്തൊക്കെ പ്ലാൻസ് ആണ് ഉള്ളത്? ഇപ്പോൾ ഈ കഴിഞ്ഞ JEE മെയിന് പറ്റിയ സില്ലി മിസ്റ്റേക്സ് അത് ഇനി വരാണ്ട് നിൽക്കാൻ മാക്സിമം നോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീക്ക് സബ്ജക്റ്റ് മാത്സ് ആണ്. അപ്പൊ അത് കുറച്ചും കൂടി ടൈം നോക്കുന്നുണ്ട് അതിലേക്ക്. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും വലിയ കുഴപ്പമൊന്നുമില്ല. അത് എൻ്റെ ഇപ്പോൾ ഒരു ഫോൾട്ട് കൊണ്ടാണ് എൻ്റെ ഫിസിക്സ് കുറച്ച് കുറഞ്ഞത്. കെമിസ്ട്രി അത്യാവശ്യം ഉണ്ട്, അത്രയൊക്കെ തന്നെ എനിക്ക് എത്തുള്ളൂ. ഓക്കെ. അപ്പൊ മാത്സിന് കുറച്ചുകൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നന്നായിട്ട് പഠിച്ചിട്ട് JEE മെയിൻ സെഷൻ 2 ഒന്നുകൂടെ അപ്പിയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുക അല്ലെ? JEE അഡ്വാൻസിനും
ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ജെഇ അഡ്വാൻസിന്റെ ഒരു പ്രിപ്പറേഷൻ ഏത് രീതിയിലാണ് പോയിക്കൊണ്ട് ഇപ്പൊ ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കുമല്ലോ ജെഇ അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ? ജെഇ മെയിൻ സെഷൻ എന്താ പറയാ, ജെഇ മെയിന്റെയും ജെഇ അഡ്വാൻസിന്റെ ഒരു ഡിഫറെന്റ് ലെവൽ എന്ന് വേണമെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു ഇത് തന്നെയാണല്ലോ ജെഇ അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് മോന് നോക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് പോകുന്നത്? ജെഇ അഡ്വാൻസ്ഡുള്ളത് ഞാൻ ഇപ്പോൾ ചോദിച്ച ആൾക്കാരെ വെച്ച് പറയുന്നത് നമ്മൾ ജെഇ മെയിൻ ഏകദേശം എല്ലാം ടച്ച് ചെയ്ത് പോകാനാണ് പറഞ്ഞത്. അപ്പം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചിലപ്പം വരും ജെഇ മെയിൻ. അപ്പം പിന്നെ അത് ആ ചാപ്റ്റർ നമ്മളെല്ലാം തൊട്ട് പോയാൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടും. അപ്പം അത് വല്ലാണ്ട് പഠിച്ചില്ലെങ്കിലും ഇപ്പൊ മാത്സ് തന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ അത്യാവശ്യം പാടുള്ള ചാപ്റ്റർ. അപ്പൊ അതില് ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് പോയാൽ ചിലപ്പം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വരും ആയിരുന്നു. അപ്പൊ അതും കിട്ടുമല്ലോ, 4 മാർക്ക് അങ്ങനെ കിട്ടിയാൽ നന്ന്. അപ്പൊ അതിന് മെയിൻസിന് അങ്ങനെ നോക്കായിരുന്നു. അഡ്വാൻസിന് പക്ഷെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വരണം എന്നില്ല, ബാക്കി ഉണ്ടെങ്കിൽ വരും. അതല്ല വന്നില്ലെങ്കിൽ നമ്മൾ അതിന് പ്രിപ്പയർ ആവണല്ലോ. അപ്പം പിന്നെ അത് എല്ലാ ചാപ്റ്ററും നോക്കണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് കുറച്ച് ചാപ്റ്റർ നമ്മൾ തന്നെ സെലക്ട് ചെയ്യാം, ഈ നമുക്കൊരു കംഫർട്ടുള്ള ചാപ്റ്റേഴ്സ്. അപ്പൊ അത് നന്നായി ഡീപ്പായി പഠിക്കുക, ബേസ് മുതൽ തുടങ്ങുക എന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ ബേസ് അറിയാത്തതിന് എല്ലാ ക്വസ്റ്റ്യനും കിട്ടേണ്ടതാണ്. നമ്മളിപ്പം ഇപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്, ജെഇ അഡ്വാൻസിന്റെ എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പൊ അതില് നമ്മൾ കിട്ടാത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണ്ടാല് അത്ര ഉള്ളൂ എന്ന് ചോദിച്ചു. തുടങ്ങുന്ന രീതി നമുക്ക് കിട്ടാത്തോണ്ടാണ്. ആ തുടക്കം കിട്ടിയില്ല, പോക്കും കിട്ടിയില്ല. അതൊന്ന് ഫെമിലിയർ ആയാൽ ശരിയാവും. അത് ഒരു പ്രാക്ടീസ് ചെയ്തതിന്റെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവണം. ഓക്കെ, ഇനിയിപ്പം ഓരോ ദിവസവും നമുക്ക് പ്രധാനമാണ് അല്ലെ, ജെഇ അഡ്വാൻസ് വരെയുള്ള ഓരോ ദിവസവും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഓരോ ദിവസവും നന്നായിട്ട് അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഈ 98.93 എന്നുള്ളത് ഇനിയും ഹയസ്റ്റിലേക്ക് നല്ലൊരു പെർസെന്റേജിലേക്ക് അംദാൻ എത്താൻ സാധിക്കട്ടെ. സോ ജെഇ മെയിൻ സെഷൻ 2ലേക്കും ജെഇ അഡ്വാൻസിലേക്കും വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ട് തന്നെ ഓൾ ദ ബെസ്റ്റ് തരികയാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.